ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഭ്യന്തരഹർമ്മ്യത്തിൻ്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ആത്മീയ യാത്ര നാം മൂന്നാം സദനത്തിൽ എത്തി നിൽക്കുകയാണ്. മൂന്നാം സദനം എന്ന് പറയുന്നത് ഒത്തിരിയേറെ പ്രത്യേകതകളുള്ള ഒരു സദനമാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇവിടെ മനുഷ്യന് എത്താൻ പറ്റുന്ന ഏറ്റവും ഉന്നത പദവിയാണ് ഈ മൂന്നാം സദനം എന്ന് പറയുന്നത്. മനുഷ്യന് അവൻ്റെ കഴിവുകൊണ്ട്, പിന്നീടുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരിയേറെ സവിശേഷതകളുണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു പ്രാർത്ഥനയുടെ പ്രത്യേകതകളെല്ലാം. ഈ സദനത്തിലെ പ്രാർത്ഥന അതുപോലെ എല്ലാ തലങ്ങളിലും ഒരു പരിപൂർണത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ മനുഷ്യബന്ധം എന്താണ്, സഹോദര സ്നേഹം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അതായത് നാം മനസ്സിലാക്കണം, നമ്മുടെ ഈ വിചിന്തനം രണ്ട് തലങ്ങളിലാണ് നാം നിർവഹിക്കുന്നത്. ഒന്ന് ദൈവസ്നേഹം, രണ്ടാമത് പരസ്നേഹം. ദൈവസ്നേഹം എന്ന് പറയുന്നത് പ്രാർത്ഥന, പരസ്നേഹം എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങൾ. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഏതാനും എപ്പിസോഡുകൾ നമ്മൾ ചെയ്തത്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പരസ്നേഹത്തെക്കുറിച്ചാണ്. പരസ്നേഹത്തിൻ്റെ തലം ഏതാണ് ഈ മൂന്നാം സ്ഥാനത്തിൽ? ഇവിടെ പരസ്നേഹം എന്ന് പറയുമ്പോൾ ഒന്നാം സ്ഥാനത്തിൽ നിന്നും രണ്ടാം സ്ഥാനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അതായത് ഒന്നും രണ്ട് സ്ഥാനത്തിൽ പരസ്നേഹം എന്ന് പറയുന്നത് ഒത്തിരിയേറെ സ്വാർത്ഥത നിറഞ്ഞതാണ്. കാരണം എൻ്റെ ആഗ്രഹം, ഞാൻ ഇഷ്ടപ്പെടുന്നവർ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ അഭിലാഷം, അങ്ങനെയെല്ലാം ഞാൻ എന്നിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഈ മൂന്നാം സ്ഥാനത്തിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ നിസ്വാർത്ഥമായൊരു സേവനമാണ് നാം അനുഷ്ഠിക്കുന്നത്. അമദ്രേസ്യ തന്നെ പറയുന്നുണ്ട്, ഈ തലത്തിലെത്തിയവർ അവർ ഉപവിപ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് സേവനം അനുഷ്ഠിക്കുന്നു. ഉപവിപ്രവൃത്തികൾ മാക്സിമം സാധിക്കുന്നിടത്തോളം ഉപവിപ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ചെയ്യുക. അങ്ങനെ അവരെ ഈശോയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. കാരണം അവർ മനസ്സിലാക്കി ഈ ആത്മീയ ജീവിതത്തിൻ്റെ അതിൻ്റെ അന്തസത്ത എന്താണ്, ഇതിലെ ആനന്ദം എന്താണ്, സമാധാനം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കുവാനായിട്ട്, മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. അതിനായിട്ട് അവരുടെ സമയവും അവരുടെ സമ്പത്തും എല്ലാം അവർ വിനിയോഗിക്കുന്നു. അത് നിസ്വാർത്ഥമായിട്ടാണ് വിനിയോഗിക്കുന്നത്, സമയവും സമ്പത്തും എല്ലാം. അങ്ങനെ മറ്റുള്ളവരെ തങ്ങളിലേക്ക് കൊണ്ടുവരിക. കാരണം അവർ അതിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളെല്ലാം ഈ ഒറ്റ കാര്യം, സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. കാരണം നാം കാണുന്നുണ്ട് ഒരാത്മാവിൻ്റെ വില എന്താണെന്ന്. ഒരു ആത്മീയമായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരാത്മാവിൻ്റെ വില എന്ന് പറയുന്നത് 3 മണിക്കൂർ നേരം ഈശോയുടെ കുരിശിലെ സഹനമാണ്. സമാന സുവിശേഷകന്മാരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പടയാളികൾ ശിമയോനെ നിർബന്ധിച്ചു ഈശോയുടെ കുരിശ് വഹിക്കുവാനായിട്ട്. എന്തിനാണ്? ഈശോ വഴിക്ക് വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് അവരറിഞ്ഞു. ഈശോയെ ജീവനോടുകൂടി കുരിശിൽ തറക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ശിമയോനെ നിർബന്ധിക്കുന്നത്. ഈശോയുടെ കുരിശ് ചുമക്കുവാനായിട്ട് നിർബന്ധിക്കുകയാണ്. അപ്പോൾ മാനുഷികമായിട്ട് നാം ചിന്തിച്ചു കഴിയുമ്പോൾ ഈശോയെ കുരിശിൽ തറച്ച ഉടനെ ഈശോ മരിക്കുമായിരുന്നു. എന്നാൽ ഈശോ മരിച്ചില്ല. 3 മണിക്കൂർ സമയം പറഞ്ഞൊപ്പിക്കാത്ത വേദന സഹിച്ചുകൊണ്ട് ഈശോ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടന്നു. എന്തിനാണെന്നറിയാമോ? ഈ മനുഷ്യൻ രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട ആ കുറ്റവാളി മാനസാന്തരപ്പെടുന്ന ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവന് രക്ഷ കൊടുക്കാനായിട്ട് ഈശോ 3 മണിക്കൂർ സമയം കുരിശിൽ തൂങ്ങിക്കിടന്നു. അതാണ് ഒരു ആത്മാവിൻ്റെ വില. അത് മനസ്സിലാക്കിയ ഒരു ആത്മീയമായ മനുഷ്യൻ, അതായത് മൂന്നാം സ്ഥാനത്തിലെത്തിയ മനുഷ്യൻ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരെ ഈശോയിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് അവർ കഴിവ്, അവരുടെ സമ്പത്തും സമയവും എല്ലാം വിനിയോഗിക്കുന്ന ഒന്നാണ് ഈ മൂന്നാം സ്ഥാനത്തിൽ നാം കാണുന്നത്. അവർക്ക് മറ്റാഗ്രഹങ്ങളൊന്നുമില്ല. ഒന്നാം സ്ഥാനത്തിൽ രണ്ടാം സ്ഥാനത്തിലുള്ളതുപോലെ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ല. ആത്മാക്കളുടെ രക്ഷ മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ. അങ്ങനെ തങ്ങളോട് കൂടി നിൽക്കുന്ന തങ്ങളുടെ സൗഹൃദത്തിലുള്ളവർ മാത്രമല്ല, അല്ലാത്തവരെ കൂടി അവർ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നു. അവർക്ക് വേണ്ടി തൻ്റെ സമയവും തൻ്റെ സമ്പത്തും എല്ലാം ചിലവഴിക്കുവാനായിട്ട് അവർ സന്നദ്ധരാകുന്നു. അങ്ങനെ മൂന്നാം സ്ഥാനത്തിൽ ഈ സഹോദര സ്നേഹം എന്ന് പറയുന്നത് താൻ അനുഭവിച്ച ആ ദൈവസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ആ ഒരു ഒഴുക്ക് മറ്റുള്ളവരിലേക്ക്, അല്ലെങ്കിൽ ആ ദാനം മറ്റുള്ളവർക്ക് ലഭിക്കണം എന്നുള്ള അവരുടെ തീവ്രമായൊരു ആഗ്രഹമാണ്. അതിനാൽ നിസ്വാർത്ഥമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ
ഈ ആത്മാക്കളെ തങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ പരിശ്രമിക്കുന്നു. അതാണ് ഇവിടെ നാം കാണുന്ന. സ്നേഹമുള്ളവരെ, നമുക്കും നിസ്വാർത്ഥമായിട്ട് ആത്മാക്കളെ കൊണ്ടുവരാനായിട്ട്, അവരെ ഈ ഈശോയിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ ആത്മീയ ജീവിതത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് നാം പ്രയാണം ചെയ്യുമ്പോൾ നമ്മോടൊപ്പം നമ്മോട് കൂടി നിൽക്കുന്നവരെയും കൊണ്ടുപോയി ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.